അരുൺകുമാറും പലതരത്തിലുള്ള മനോഹരമായ കാഴ്ച. നീല ഉടുപ്പിട്ട് നീലപ്പെട്ടി തലയിൽ കയറ്റി വരുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രേക്ഷകർക്ക് കാണാം. ഇതിനേക്കാൾ വലിയ ഒരു ട്രോൾ CPM-ന് കോൺഗ്രസ് സമ്മാനിക്കാനില്ല. ആ ദൃശ്യങ്ങൾ എത്ര മനോഹരമായ ദൃശ്യമാണ് എന്ന് നോക്കൂ. ട്രോളി പോലും തലയിലേറ്റി വരുന്ന കോൺഗ്രസ് പ്രവർത്തകരടക്കം CPM-നെ ആടാപടലം ട്രോളിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ ആഹ്ലാദമുള്ളത്. തലയിൽ ട്രോളി വെച്ച ചങ്ങാതിയോട് ചോദിക്കൂ, എന്തുകൊണ്ട് തലയിൽ ട്രോളി, ഇത് വലിയ ട്രോളാണോ എന്ന് ചോദിക്കൂ. നോക്കൂ, അവരെല്ലാം ആനന്ദ നൃത്തം ചവിട്ടുന്നത് തലയിൽ ട്രോളി വെച്ചുകൊണ്ടാണ്. ചേട്ടാ, നീല ടീഷർട്ട് നീല ട്രോളി ബാഗിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? എന്താണ് നീല ടീഷർട്ട് നീല ട്രോളി ബാഗിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. ജനങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ ബാഗിൽ നിറച്ചോട്ടായിരുന്നു. ഈ ബാഗ് നീല നിറം എല്ലാ സാഹോദര്യത്തിന്റെ നിറമാണ്. അതുകൊണ്ടാണ് നീല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJP-യും പറഞ്ഞ പോലെ നോട്ടിന്റെ ആർമാദത്തിന്റെ പാലക്കാടിന്റെ വിജയം ജനങ്ങൾ വിലയിരുത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കട്ടത്തിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചിരിക്കുന്നു. വെറുതെ പ്രചരണങ്ങളും കുപ്രചരണങ്ങളും കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് പാലക്കാട് ജനത പോലെ ഒരുപാട് പേർക്കുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരുപാട് പേർക്കുള്ള മറുപടിയാണ് ഈ ലഭിച്ച ഒരുപാട് പേർക്കുള്ള രാഷ്ട്രീയ മറുപടിയാണ് ഈ കാണുന്ന ആഹ്ലാദം എന്ന കാര്യത്തിൽ സത്യമില്ല. അങ്ങനെ പല രീതിയിൽ തങ്ങളെ ദ്രോഹിക്കാനും പല രീതിയിൽ തങ്ങളെ പ്രതിസന്ധിയിലാക്കാനും UDF-നെ പ്രതിരോധത്തിലൂടെ കടത്തിവിടാനും പലരും മെനഞ്ഞ തന്ത്രങ്ങൾ, പലരും മെനഞ്ഞ ആശയങ്ങൾ, പലരും മെനഞ്ഞ ഐഡിയകൾ, അതിനെല്ലാമുള്ള മറുപടിയായിട്ട് കാണുന്ന ജനമഹാസാഗരം ഈ റാലിയിലൂടെ, ഈ വിജയത്തിലൂടെ, ഈ വലിയ ഭൂരിപക്ഷത്തിലൂടെ അത് വിളിച്ചു പറയുകയാണ്. അതിൽ അരുൺകുമാർ ഇവരൊക്കെ വന്നതുകൊണ്ടൊരു ഗുണമുണ്ടായി. കാരണം കുറേ നേരമായിട്ട് ഞാനൊരു ലഡു കിട്ടിയിട്ട് കയ്യിൽ കഴിക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. വാങ്ങിന്റെ വായിലേക്ക് വെച്ചിട്ടുള്ള ലഡു കഴിക്കാൻ പറ്റി. അല്ലമീൻ ഇങ്ങനെയാണെങ്കിൽ അല്ലമീന്റെ ഈ റോഡ് ഷോ കഴിയുന്നതോടുകൂടി അല്ലമീൻ ഒരു 3-4 ലഡു കിട്ടും, അല്പ ഷുഗർ ലെവൽ കൂടും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേലക്കരയിലെയും പാലക്കാടെയും തത്സമയ ദൃശ്യങ്ങൾ.